ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അടൂർ പ്രകാശ് എംപിയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തായിരുന്നു 2.5 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം അടൂർ പ്രകാശ് എംപി പുറത്തിറങ്ങിയ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. തന്നോട് അന്വേഷണ സംഘം ഹാജരാക്കാൻ പറഞ്ഞതനുസരിച്ച് താൻ രാവിലെ തന്നെ ഹാജരായി. അവരുടെ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ വളരെ കൃത്യമായി താൻ ഉത്തരം നൽകി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അന്വേഷണ സംഘം ചോദിച്ചു. അതിന് വളരെ കൃത്യമായി താൻ മറുപടി നൽകി. സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് ചോദിച്ചില്ല, യാതൊരു അസ്വാഭാവികതയും ഇല്ല എന്നുള്ളതാണ് അടൂർ പ്രകാശ് എംപി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. ദിസ്ന സുരേഷിലേക്ക് പോവുകയാണ്. ദിസ്ന, 2.5 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യൽ. SITക്ക് മുൻപിൽ ആദ്യമായിട്ടാണ് ഒരു കോൺഗ്രസ് നേതാവ് എത്തുന്നത് ചോദ്യം ചെയ്യലിനായി. എന്തായാലും ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടുണ്ട്. ഒരു അസ്വാഭാവികതയും ഇല്ല. താൻ അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിച്ചു, കാര്യങ്ങൾ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അടൂർ പ്രകാശ് പറയുന്നത്. പറയൂ ദിസ്ന, എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ? രാഗി, ഏറ്റവും എടുത്തു പറയേണ്ടത് ആദ്യം പ്രധാനമായും ഉന്നയിച്ച ചോദ്യം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് അടുത്തതുകൊണ്ട് ഇത്തരത്തിൽ ഒരു ചോദ്യം ചെയ്യലിന് പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികത തോന്നുന്നുണ്ടോ? അതിന് മറുപടിയായി അടൂർ പ്രകാശ് തന്നെ വ്യക്തമാക്കിയത് യാതൊരു തരത്തിലുള്ള അസ്വാഭാവികതയും തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് തോന്നുന്നില്ല എന്ന് തന്നെയാണ്. ആ ചിത്രങ്ങൾ പുറത്തു വന്നതിന് ശേഷം തന്നെ വിളിപ്പിച്ചിരുന്നു. എന്നിട്ട് കൃത്യമായി പറഞ്ഞാൽ മൊഴിയിൽ വ്യക്തത വരുത്തുവാൻ വേണ്ടിയാണ് ഇന്ന് രാവിലെ വിളിപ്പിച്ചത് എന്നൊരു കാര്യം തന്നെയാണ് അടൂർ പ്രകാശ് വ്യക്തമാക്കിയിട്ടുള്ളത്. എല്ലാ കാര്യവും പ്രധാനമായും താനും പോറ്റിയുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ് SIT സംഘം ചോദിച്ചത്. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി SITയോട് പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് അടൂർ പ്രകാശ് വ്യക്തമാക്കിയിട്ടുള്ളത്. മാത്രമല്ല, സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട യാതൊരു ചോദ്യങ്ങളും ഉണ്ടായിരുന്നില്ല എന്നും അടൂർ പ്രകാശ് വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ ചില മാധ്യമങ്ങൾ തന്നെ വേട്ടയാടാൻ ശ്രമിക്കുന്നു തുടങ്ങിയ ന്യായീകരണങ്ങളാണ് അടൂർ പ്രകാശിന്റെ ഭാഗത്തു നിന്ന് പ്രധാനമായും വന്നത് എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത് രാഗി. അതോടൊപ്പം തന്നെ 2.5 മണിക്കൂറുകൾ നീണ്ടുനിന്ന ചോദ്യം ചെയ്യലുകൾക്കൊടുവിലാണ് അടൂർ പ്രകാശ് പുറത്തേക്ക് വന്നത്. പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിക്കുവാൻ അദ്ദേഹം തയ്യാറാവുകയായിരുന്നു. അസ്വാഭാവികത തോന്നുന്നില്ല. SITയുടെ ചോദ്യങ്ങൾക്കൊക്കെ വളരെ കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. അതിൽ SIT അല്ലെങ്കിൽ തന്നോട് ചോദിച്ചറിഞ്ഞ കാര്യങ്ങൾക്കൊക്കെ തന്നെയും കൃത്യമായ വിവരങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അടൂർ പ്രകാശ് വ്യക്തമാക്കിയിട്ടുള്ളത്. രാഷ്ട്രീയപരമായി ഏതെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികതയോ ഗൂഢാലോചനയോ ഉണ്ടോ എന്ന ചോദ്യത്തിന് അത്തരത്തിലൊരു അസ്വാഭാവികതയും തനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് തോന്നുന്നില്ല എന്നൊരു കാര്യം ഉൾപ്പെടെയാണ് അടൂർ പ്രകാശ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ രാഗി സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യമായി ചോദ്യം ചെയ്യുന്ന കോൺഗ്രസ് നേതാവ് തിരഞ്ഞെടുപ്പ് വരുന്നു. തിരഞ്ഞെടുപ്പിന് വലിയ രീതിയിൽ മറ്റ് പാർട്ടികളെയൊക്കെ തന്നെയും ആയുധമാക്കി മാറ്റുമ്പോഴാണ് കോൺഗ്രസിനെ ഇത്തരത്തിൽ അടൂർ പ്രകാശിനെ ചോദ്യമുനയിലെത്തുന്നത്. അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും അതേസമയം ചോദ്യം ചെയ്തു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാവിലെ SIT ആസ്ഥാനത്ത് വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇവിടേക്ക് കൊണ്ടുവന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും 2.5 മണിക്കൂർ നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിന് ശേഷം അടൂർ പ്രകാശ് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. മാധ്യമങ്ങളോട് കൃത്യമായ പ്രതികരണം നടത്തിയിരിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് രാഗി. അതോടൊപ്പം തന്നെ ഈ പോറ്റി സോണിയാഗാന്ധിയെ കണ്ടത് അടൂർ പ്രകാശിനൊപ്പമാണ് എന്നുള്ളത് പുറത്തു വന്ന കാര്യമാണ്. അതിൽ ചില ചിത്രങ്ങളൊക്കെ തെളിവായിട്ടുമുണ്ട്. അതേക്കുറിച്ചടക്കം ചോദ്യങ്ങൾ ഉയർന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ചില മാധ്യമങ്ങൾ അത് സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്തായിരുന്നു അടൂർ പ്രകാശ് ഇതിന് നൽകിയ മറുപടി ദിസ്ന? തീർച്ചയായും രാഗി സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ഫോട്ടോകൾ വളരെ വ്യക്തമായി പുറത്തു വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഇത്തരത്തിൽ പോറ്റിക്ക് ഈ വലിയ നേതൃത്വമായി കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാരുമായി ഇത്ര അടുപ്പം വന്നത് എന്നത് തന്നെയാണ് പ്രധാനമായും ആ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പം ഉണ്ടായത് എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അപ്പോൾ പോറ്റി അല്ലെങ്കിൽ അടൂർ പ്രകാശ് പറഞ്ഞൊരു കാര്യമുണ്ട്. പോറ്റി തന്നെ സമീപിച്ചപ്പോൾ ഇത്തരത്തിൽ പ്രസാദവുമായി വന്ന് സമീപിച്ചപ്പോൾ കാണാനുള്ളൊരു അവസരം ഒരുക്കി കൊടുത്തു എന്നൊരു കാര്യമാണ് ആദ്യഘട്ടത്തിൽ അടൂർ പ്രകാശ് വ്യക്തമാക്കിയത് എന്ന് തന്നെയാണ്. ആ ചിത്രങ്ങളുമായി ബന്ധിപ്പെട്ടാണ് നിർണായകമായ ചോദ്യം ചെയ്യൽ നടന്നത് എന്ന് തന്നെയാണ് അടൂർ പ്രകാശും ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. സാമ്പത്തിക ഇടപാടുകളുമായി സംബന്ധിച്ച കാര്യങ്ങളൊന്നും തന്നെ SIT ചോദിച്ചറിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ അടൂർ പ്രകാശ് വ്യക്തമാക്കിയത്. ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട തനിക്ക് പോറ്റിയുമായുള്ള ബന്ധങ്ങളെ പറ്റി ആണ് പ്രധാനമായും ചോദിച്ചത് എന്ന് തന്നെയാണ്. കൂടുതൽ ചോദ്യങ്ങൾക്ക് മാധ്യമങ്ങളോട് പ്രതികരിക്കുവാൻ അടൂർ പ്രകാശ് തയ്യാറായിരുന്നില്ല എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. രാഗി സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായി പറഞ്ഞാൽ സ്വർണ്ണക്കൊള്ളയിൽ ഇടതു വലതു പക്ഷങ്ങൾക്കുള്ള പങ്ക് കൃത്യമായി തെളിഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് അന്വേഷണ സംഘം എത്തി നിൽക്കുന്നു എന്ന് തന്നെയാണ് പ്രധാനമായും പറയേണ്ടത്. ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കുൾപ്പെടെ ഇതിൽ പങ്ക് ഉണ്ട് എന്ന
പങ്കുണ്ടെന്ന് ആരോപിക്കപ്പെടുകയും ആ ചിത്രങ്ങൾ പുറത്തു വന്നതുകൂടി അത് വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനെ മറ്റൊരു രീതിയിൽ രാഷ്ട്രീയപരമായി ഈ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് അതായത് ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് നടത്തുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ നടത്തുന്ന ഒരു പ്രചാരണം എന്ന് പറഞ്ഞ് കോൺഗ്രസ് കൈയൊഴിയുമ്പോഴും കോൺഗ്രസിന്റെ ആദ്യ നേതാവായ അല്ലെങ്കിൽ കോൺഗ്രസിലെ ഒരു നേതാവ്, അതായത് ആദ്യമായി SIT ചോദ്യം ചെയ്യുന്ന നേതാവായ അടൂർ പ്രകാശ് മാറിയിരിക്കുന്നു എന്ന് തന്നെയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയമായി ഇത് മാറുന്നു. തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കും എന്നത് നോക്കിക്കാണേണ്ടത്. പക്ഷേ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത് ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട ഒരു അസ്വാഭാവികത ഉണ്ട് എന്നത് തന്നെയാണ്. പക്ഷേ അടൂർ പ്രകാശ് പറയുന്നു അത്തരത്തിലൊരു അസ്വാഭാവികത ഉണ്ടായിരുന്നില്ല. ഈ SIT സംഘം വിവരങ്ങൾ അറിയുവാൻ വേണ്ടിയാണ് തന്നെ വിളിച്ചു വരുത്തിയത്. തന്റെ മൊഴികളിൽ വ്യക്തത വരുത്തുവാനാണ് തന്നെ ഇത്തരത്തിൽ പോലീസ് ആസ്ഥാനത്തേക്ക്. എന്തായാലും SITയുടെ ചോദ്യം ചെയ്യലിന് ശേഷം അടൂർ പ്രകാശ് MP ഇപ്പോൾ പുറത്തേക്ക് പോയിട്ടുണ്ട്, മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്.